വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ. മുസ്ലിം മതവിശ്വാസികൾ വളരെ പവിത്രമായി കാണുന്ന ഹറമിലെ ഒരു വിശുദ്ധമായ കല്ലാണ് ഒരുപക്ഷെ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വരിക ഹജറുൽ അസ്വദ് എന്നായിരിക്കും. എന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മഖാമു ഇബ്രാഹിം എന്നു പേരുള്ള വിശുദ്ധമായ ഒരു കല്ലിനെ കുറിച്ചാണ്. എന്താണ് മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ മിക്ക ആളുകൾക്കും അറിയാം. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ പുനർനിർമ്മിക്കുന്ന ഒരു സമയത്ത് ഇസ്മായിൽ നബി ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് ചെറിയ കല്ലുകളുമായിട്ട് വരുമ്പോൾ ആ കല്ലുകളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി ഒരു വലിയ കല്ലിൻ്റെ മേലെ ഉയർന്നു നിന്നിരുന്നു. അപ്പോൾ ആ കല്ല് സ്വർഗത്തിൽ നിറയ്ക്കൊരു രത്നക്കല്ലാണ്. ആ രത്നക്കല്ലാണ് മഖാം ഇബ്രാഹിം. ഇബ്രാഹിം നബി ലിഫ്റ്റ് പോലെ ആ കല്ലിങ്ങനെ പൊങ്ങി പോകും അത്ര. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മഖാം ഇബ്രാഹിം ഇങ്ങനെ നിൽക്കും. അപ്പോൾ കുഞ്ഞു ഇസ്മായിൽ എന്നുള്ള പൊന്നു മോനി കല്ല് കൊടുന്നു കൊടുത്താൽ ഈ മഖാം ഇബ്രാഹിം ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ പോകും, ലിഫ്റ്റ് പോലെ ഇങ്ങനെ മേലേക്ക് പോകും. അങ്ങനെ അത്ഭുതകരമായ ഒരു കല്ലാണ് മഖാം ഇബ്രാഹിം. ഈ മഖാം ഇബ്രാഹിമിനെ കുറിച്ചുള്ള ചരിത്രപരമായ ഒരു വീഡിയോ ആണത്. ഇസ്ലാമിക ചരിത്രം അറിയാനും അത് മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പിന്നെ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളുകളോ അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പുച്ഛത്തോടു കൂടി കാണുന്ന ആളുകളോ ദയവേത് നിങ്ങൾക്കുള്ളതല്ല വീഡിയോ. നിങ്ങൾ ദയവേത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന ഈ വിശുദ്ധമായ കല്ല് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണ്. ഹജറുൽ അസ്വദിനെ പോലെ ആ ഒരു കല്ല് സ്വർഗത്തിൽ നിറക്കിയതുപോലെ സ്വർഗത്തിൽ നിറക്കിയ ഒരു വെളുത്ത രത്നക്കല്ലാണ് മഖാം ഇബ്രാഹിം. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ഈ മഖാം ഇബ്രാഹിം നേരിട്ട് കാണാൻ കഴിഞ്ഞ ആളുകളുണ്ട്, ആ ഒരു ഗ്ലാസ് കവറിൻ്റെ മീതെയെങ്കിലും ഒന്ന് സ്പർശിക്കാനോ അവിടെ നിന്ന് നമസ്കരിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ച ആളുകൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത്. ഒരു വെള്ളപ്പൊക്കത്തിൽ ഈ വിശുദ്ധ കല്ല് ഒഴുകിപ്പോയ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഈ ഒരു മഖാം ഇബ്രാഹിം ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി, പിന്നെ ഈ കല്ല് കാണാനില്ല. പിന്നീട് കണ്ടെത്തിയിട്ടാണ് വീണ്ടും ഈ കല്ല് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ ഈ കല്ല് കഅബയോട് ചേർന്ന് ഇങ്ങനെ ചാരി വെച്ച അവസ്ഥയിലായിരുന്നു. കഅബയോട് ചേർന്ന് ചാരി വെച്ച അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇത് തവാഫ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഈ ഒരു കല്ലെന്ത് ചെയ്തത് മറുഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. അതായത് മത്താഫിന്റെ ഭാഗത്തേക്ക് കഅബയിൽ നിന്ന് കുറച്ച് അകലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ട് ഒരു പ്രത്യേക ഒരു കൂടാരമൊക്കെ നിർമ്മിച്ച് ഒരു പ്രത്യേക മണ്ഡപത്തിനുള്ളിലാക്കി ഈ കല്ല്. ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷമാണ് വളരെ വലിയൊരു വെള്ളപ്പൊക്കം വന്നു. കഅബ മല താഴ്വരകൾക്കിടയിലാണല്ലോ. അങ്ങനെ അതൊരു വെള്ളപ്പൊക്ക ബാധിത പ്രദേശമാണ് ശരിക്കും. പല സമയങ്ങളിലും അവിടെ വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ കല്ല് ഒലിച്ചുപോയി. ഈ കല്ല് ഒലിച്ചു പോയിട്ട് പിന്നീട് മക്കയിലെ താഴ്വരയിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് ഈ കല്ല് കണ്ടെത്തിയിട്ട് വീണ്ടും അവിടെ എന്ത് ചെയ്തു, ഈ മണ്ഡപത്തിനുള്ളിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കല്ലിന് വല്ലാത്തൊരു പവിത്രതയുണ്ട്. ഈ കല്ലൊന്ന് മുത്തും വെക്കാനും ഈ കല്ലൊന്ന് അതിൻ്റെ ഒരു ഗ്ലാസ് കവറിലേക്ക് ഒന്ന് സ്പർശിക്കാനും കാണാനും ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. ഇന്ന് നോക്കിയാൽ കാണാൻ കഴിയും ഒരു ഇബ്രാഹിം നബിയുടെ കാലിൻ്റെ അടയാളമുള്ളൊരു ഭാഗമായിട്ടാണ് ആ കല്ല്. മുമ്പ് വിരലിൻ്റെ അടയാളമൊക്കെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കാണുമ്പോൾ അതിന് വിരലിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. ഇന്ന് വിരലിൻ്റെ അടയാളങ്ങളൊക്കെ പോയി. വിരലടയാളങ്ങൾ അവിടെ ഇല്ല, ബാക്കിയുള്ള അടയാളങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു മഖാം ഇബ്രാഹിം ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ആ കല്ലിൽ കാണാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഒരു കല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം ഒന്ന് പങ്കുവെക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ഈ കല്ല് അവിടെ നിന്ന് മാറ്റി കഅബയുടെ തൊട്ടടുത്തുനിന്ന് മാറ്റി കുറച്ച് അകലെയുള്ള ഒരു ഭാഗത്തൊരു മണ്ഡപത്തിനുള്ളിൽ ആക്കിയിട്ട് സ്ഥാപിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു ഭരണാധികാരിയും മാറ്റാൻ ധൈര്യം കാണിച്ചിട്ടില്ല. കാരണം അത് തവാഫിന് ഒരു തടസ്സമാകുന്നു എന്ന രീതിയിലാണ് അന്നത് മാറ്റിയത്. അപ്പോൾ ആ കല്ലിന് വലിയ പവിത്രതയുണ്ട്. പിന്നീട് ഒരു ഹിജറ 160 ആയപ്പോൾ മഅ്മൂൻ എന്നു പേരുള്ള അബ്ബാസി ഭരണാധികാരി ഇതിന് സ്വർണം പൂശിയിട്ട് വലിയ അലങ്കാരത്തിലാക്കി മാറ്റി കല്ല്. അപ്പോഴും ഈ ചെറിയ മണ്ഡപമൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു കല്ലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മണ്ഡപമുണ്ട്. ഹിജറ 230 മുത്തവക്കിൽ എന്ന് പേരുള്ള മറ്റൊരു ഭരണാധികാരി വീണ്ടും ഈ കല്ലിന് പ്രത്യേക അലങ്കാരങ്ങളോട് കൂടിയിട്ട് വളരെ പവിത്രതയോടുകൂടി സ്ഥാപിച്ചു എന്നുള്ളതാണ്. അപ്പോഴും ഇവരൊക്കെ സ്ഥാപിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ സ്ഥാപിച്ച അതേ സ്പോട്ടിൽ തന്നെയാണ്. ഹിജറ 1384 അതായത് കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സൗദി ഭരിക്കുന്ന ഫൈസൽ രാജാവാണ് ഇതൊരു ഗ്ലാസ് പേടകത്തിനുള്ളിലാക്കിയിട്ട് ഇതിനൊരു ആധുനിക മുഖം നൽകിയത്. അപ്പോഴും വളരെ വലിയൊരു കൽമണ്ഡപം ഉണ്ടായിരുന്നതൊക്കെ പൊളിച്ചു മാറ്റി എന്നിട്ടൊരു ഗ്ലാസിൻ്റെ ആവരണങ്ങളിലുള്ളിലേക്ക് മാറ്റിയത് ഈ ഒരു കല്ല്, ആ മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന വിശുദ്ധമായ കല്ല്. അത് രാജാവാണ് ഇപ്പൊ കാണുന്ന നമ്മൾ കാണാമല്ലോ, ഇപ്പം നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന ഇന്ന് ഈ രൂപത്തിൽ കാണുന്ന ഈ മഖാം ഇബ്രാഹിമിൻ്റെ ഈ ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റിയത്. ഇന്ന്
വളരെ വില കൂടിയുള്ള പിച്ചളയും അതോടൊപ്പം തന്നെ ആ ഒരു ഗ്ലാസ് കവറോട് കൂടിയിട്ടുള്ള രീതിയിലേക്ക് മഖാം ഇബ്രാഹിമിനെ മാറ്റി സ്ഥാപിച്ചത് ഫഹദ് രാജാവാണ്. അപ്പോൾ ഓരോ ഭരണാധികാരിയും തങ്ങളുടെ കഴിവനുസരിച്ചിട്ടുള്ള ഇതിന് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും ചെയ്തൊരു കാര്യം, ഉമർ റളിയല്ലാഹു അൻഹു എവിടെയാണോ ഈ കല്ല് സ്ഥാപിച്ചത് അവിടെ നിന്നുള്ളൊരു മാറ്റം ഇതിന് വരുത്തിയിട്ടില്ല. അപ്പോൾ ഈ കല്ല് കാണാൻ ഭാഗ്യം ലഭിച്ച ആളുകളുടെ 2-3 പോയിന്റുകളാണ് ഈ വീഡിയോ ഉള്ളത്. ഒന്നൊരു വെള്ളപ്പൊക്കത്തിൽ ഈ കല്ല് ഒഴുകിപ്പോയിരുന്നു. ആ കല്ല് ഒഴുകിപ്പോയത് പിന്നീട് കണ്ടെടുക്കപ്പെട്ട് വീണ്ടും പുനഃസ്ഥാപിച്ചതാണ്. മറ്റൊന്ന്, ഈ കല്ല് നേരത്തെ കാബയിൽ ചാരി വെച്ച അവസ്ഥയിലായിരുന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ആണ് അതെന്ത് ചെയ്തത്, മാറ്റി ഇങ്ങനെ സ്ഥാപിച്ചത്. മറ്റൊന്ന്, ഈ കല്ല് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ ഒരു വെളുത്ത രത്നമാണ്. ആ കല്ലിന് വലിയ പവിത്രതയും അതിന് വലിയ ആദരവും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നിൽ നിസ്കരിക്കുന്നതും ഇതിൻ്റെ പിന്നിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതുമൊക്കെ പുണ്യമായി കരുതുന്ന വിശ്വാസികളുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ വിശുദ്ധ ഈ ഒരു മഖാം ഇബ്രാഹിം കാണുകയും അതിൻ്റെ അടുത്ത് നമസ്കരിക്കുകയൊക്കെ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിന് വേറൊരു വസ്തുത ഉണ്ട്. ഈ മഖാം ഇബ്രാഹിം എന്നുള്ളത് ഇബ്രാഹിം നബി തന്നൊരു കല്ലാണോ? ഇതിന് സൂഫിയായ വ്യാഖ്യാനം വേറെ, അതിനിഗൂഢമായ അതിസുന്ദരമായൊരു വ്യാഖ്യാനമാണ്. പക്ഷെ ആ വ്യാഖ്യാനം ഞാനിവിടെ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി പ്രയാസമാവും. അതൊരു കല്ല്, ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ നിർമ്മിക്കുമ്പോൾ നിന്നൊരു കല്ല് എന്ന രീതിയിലല്ല മഖാം ഇബ്രാഹിം ഉള്ളത് എന്നുള്ളതാണ് സൂഫികളുടെ ഒരു വ്യാഖ്യാനം. ഇൻഷാ അല്ലാഹ് ആ ഒരു വ്യാഖ്യാനം ഉണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ആ വ്യാഖ്യാനം ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.